ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ഒരു മുട്ട ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിന്ന് ഇതിലൊരു എളുപ്പത്തിൽ പെട്ടെന്നൊരു മുട്ട ബിരിയാണി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഇരുമ്പിലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പിലിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വറുക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഉള്ളി നന്നായിട്ട് മുരിച്ചെടുക്കണം. നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളിയാണ് നമ്മളിപ്പോൾ വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, 2 സവോള. അത് നന്നായിട്ട് കനം കുറച്ച് അതിനെടുത്ത് ഒന്ന് കൈവച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെരടി എടുക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഈ ഉള്ളി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിരുന്നു, നല്ല ഗോൾഡൻ ബ്രൗൺ ആണ്. അതേ രീതിയിലൊന്ന് വറുത്ത് വരും. ഉള്ളി വറുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. നമുക്ക് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടത്തില്ല, ചിലപ്പോൾ കരിഞ്ഞു പോകാറുണ്ട്. സൂക്ഷിക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇതിന് കുറച്ചുകൂടി ക്രിസ്പി ആവും. ഈ എണ്ണ നമുക്കിനി ആവശ്യം വരും. നമുക്ക് ഗ്രേവിക്കും അല്ലെങ്കിൽ പപ്പടം പൊരിക്കാനൊക്കെ ഈ എണ്ണ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഉള്ളി ആദ്യമേ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പോൾ അരി വേവിക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അരി ഞാൻ 1 കിലോ ജീരകശാല റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. വലിയൊരു പാത്രത്തിലാണ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, വെന്ത് കിട്ടണം. കുഴഞ്ഞു പോകാതെ നല്ല ഫ്രീ ആയിട്ട് കിടന്ന് അരി നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് ഞാൻ 1 കിലോ ജീരകശാല റൈസിനുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മുടെ ബിരിയാണിക്ക് ചേർത്ത് നമ്മുടെ ബേ ലീവ്സ്, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം, പിന്നെ പട്ട, പിന്നെ കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്പൈസസ് എല്ലാം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിതിലേക്ക് ഏകദേശം 1 സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി കൂടി മുറിച്ച് ചേർക്കുന്നുണ്ട്. ചോറൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർക്കുന്നത്. ഇനി വേണ്ടത് ഒരു അരമുറി നാരങ്ങയാണ്. നമുക്ക് അതൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് കാരണം ഈ സമയത്ത് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ ഊറ്റി കളയുമ്പോഴേക്കും അധികം ഉപ്പ് രസമൊന്നും ഉണ്ടാവില്ല ചോറിന്. അപ്പോൾ ഒരു 4 സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാനുള്ള സമയമായി. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഈ അരി വേവിച്ചെടുക്കാനുള്ളതാണ് ബിരിയാണി വിജയമാണോ പരാജയമാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം. കാരണം ഈ അരി കറക്റ്റായിട്ട് വെന്ത് കിട്ടിയാൽ നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിരിക്കും. ഒരു 90% വേവിന് മാത്രമേ എപ്പോഴും വേവിച്ചെടുക്കാൻ പാടുള്ളൂ. അതൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും ഇച്ചിരി ഒരു 10% കൊണ്ട് വെന്തെന്ന് വെച്ചാൽ അത് നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പൊ ഞാനിനി ഇതിലേക്ക് അരി ഇടാൻ പോവാണ്. ജീരകശാല റൈസ് നന്നായിട്ട് കഴുകി 1 അരമണിക്കൂർ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തൊട്ടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓരോന്നും ഓരോ വെള്ളത്തിലായി. അരി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. അധികം സമയമൊന്നും എടുക്കില്ല. നമ്മൾ 1 അരമണിക്കൂർ കുതിർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമ്മുടെ പരുവെന്ന് പറഞ്ഞാൽ ഇത് ഓരോ അരിയായിട്ട് ഇങ്ങനെ മേലോട്ട് പൊന്തി വരാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഊറ്റിയെടുത്തോണം, അല്ലെങ്കിൽ അതിന്റെ വേവ് മാറിക്കും. അരിയൊക്കെ മേലോട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് ഊറ്റിയെടുക്കാം. അപ്പം നമ്മൾ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് അതിനകത്ത് തന്നെ ഇരുന്നൊന്ന് സെറ്റ് ആയിക്കോളും. അപ്പം നമ്മുടെ മുട്ട ബിരിയാണിയാണല്ലോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 12 മുട്ട ഇന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം എണ്ണയിലിട്ടിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഓരോ വരയിട്ട് കൊടുത്താൽ മതി, തീർന്നൊന്നും വേണ്ട. വരഞ്ഞു വെച്ച മുട്ടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത്രയും മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ
ഈ മസാലയൊക്കെ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ മുട്ട വറുത്തെടുക്കാൻ കുറച്ച് എണ്ണ മതിയാവും. അല്പം എണ്ണയിൽ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. കുറച്ച് മതി. ഒരുപാട് എണ്ണയാണെങ്കിൽ മസാലയൊക്കെ അതിലേക്ക് ഒന്ന് പിടിക്കും. ഇതാ എണ്ണയിലൊക്കെ പിടിച്ചു പോകും. അപ്പോൾ കുറച്ച് എണ്ണ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുള്ളൂ. എത്രയും മതിയാവും. ഒരുപാടൊക്കെ മൂത്ത് പോയാൽ ഭയങ്കര കട്ടിയായിരിക്കും. നമുക്ക് ഇത് കോരിയെടുക്കാം. മുട്ടയൊക്കെ നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ബിരിയാണിക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അപ്പം ഞാനൊരു 10 ലിറ്ററിന്റെ കുക്കറാണ് ഇന്ന് ദം ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഗ്രേവി അതിനകത്ത് തന്നെയാണ് തയ്യാറാക്കുന്നത്. 10 ലിറ്റർ ഒന്ന് വേണ്ടി വലുതായി പോകുന്നൊന്നും പേടിക്കണ്ട. കാരണം 1 കിലോ ജീരകശാല റൈസും നമ്മുടെ ഗ്രേവി എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇതിന്റെ ഫുൾ ഉണ്ടാവും. അപ്പോൾ 1 കിലോ റൈസാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ കുക്കർ, ഈ 10 ലിറ്ററിന്റെ കുക്കർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കുക്കർ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 4-5 ടീസ്പൂണോളം എണ്ണ ഉണ്ടാവും. ഇനി ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഒരു 4 സവാള ഇത്രയും മതിയാവും. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഇതൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ എണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് നല്ല എരിവിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 6 പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. നമ്മൾ പേസ്റ്റ് ചേർത്താൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് ചേർത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഈ സ്പൂണിന് ഏകദേശം ഒരു 2 സ്പൂൺ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. സവാള കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം. ഞാൻ ഇതിലേക്ക് ഒരു അല്പം നെയ്യ് കൂടി ചേർക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആണ്. ഒരു 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 തക്കാളി വെള്ളമൊന്നും ചേർത്തിട്ടില്ല. മിക്സിയിലിട്ട് നന്നായിട്ട് നടിച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കും. നമ്മുടെ സവാള ഈ ഒരു പരുവമായിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് തക്കാളി ചേർക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി നമ്മൾ അരിഞ്ഞ് ചേർക്കുവാണെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ നമ്മൾ മിക്സിയിൽ അടിച്ച് ചേർക്കുവാണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പച്ച ചെവ ഉണ്ടാവും, കുത്തലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിയുന്ന രീതിയിൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കുറവാണെങ്കിൽ നമുക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട എണ്ണ ഏകദേശം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ്, പെരുംജീരകം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ ആ പച്ച മണം മാറുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ്. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ കട്ടത്തൈരല്ല, കുറച്ച് ലൂസായിട്ടുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. കട്ടത്തൈരാണെങ്കിൽ നിങ്ങൾക്ക് തൈര് മതി. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തതേ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇത്രയും മതിയാവും. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 സെക്കൻഡ് മുട്ട അതിനകത്ത് കിടന്നിട്ട് ഗ്രേവി കിടന്ന് ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മേളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. ചോറ് മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നെയ്യിൽ വറുത്ത കിസ്മിസ് അണ്ടിപ്പരിപ്പ്, അതിന്റെ മേളിലേക്ക് നമുക്ക് കുറച്ച് പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവോള. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് മിക്സ് ചെയ്തത്. നല്ല കിടിലൻ മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ചെയ്തു നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.